എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയാണ് സ്വദേശം. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൊടകര വിട്ട് മിമിക്രിക്ക് പോയി കഴിയുമ്പോൾ ഈ പുറത്തുള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കും, ഈ കൊടകര എവിടെയാന്ന്. അപ്പൊ ഞാൻ പറയും, നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ടില്ലേ, വരിക്കച്ചക്കട ചോളക്കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി, കൊടകരയിലെ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം, വരിക്കച്ചക്കട ചോളക്കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി, കൊടകരയിലെ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം. കൊടകരയാണെന്ന് പറയും. അപ്പോൾ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊടകരയിൽ വലിയൊരു സംഭവം നടന്നു. ആ സംഭവം നടന്നതിന് ശേഷം എൻ്റെ വീട് കൊടകരയാണെന്ന് പറയുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞൊരു ചിരിച്ചിരിക്കും. എന്നിട്ടൊരു പാട്ട് പാടും, കുഴലൂത്തും പൂൻ തിന്നലേ മഴനൂൽ ചാത്തി കൂടെ വരുമോ. അപ്പോൾ ആ കുഴൽക്കരയെന്നാണ് ഞാൻ പറഞ്ഞത്, ആ കൊടകരയെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ സീസൺ കണ്ടപ്പോൾ മുതൽ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഈ പ്രോഗ്രാമിൽ എങ്ങനെയും പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ ദയവായിട്ട് ഈ പരിപാടിക്ക് പോകരുതിട്ടാ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നീ അങ്ങനെ പറയണേ? അപ്പോൾ അവൻ എന്നോട് പറയാ, ഈ കൊച്ചു കേരളത്തിൽ സുനാമി വന്നു, ഓക്കി വന്നു, നിപ്പ വന്നു, 2 പ്രളയം വന്നു, ഇതെല്ലാം നമ്മൾ മലയാളികൾ സഹിച്ചു, പക്ഷേ നിൻ്റെ കോമഡി സഹിക്കില്ല കേട്ടോ. അവനത് തമാശക്കല്ല പറഞ്ഞെങ്കിലും ഞാനത് കാര്യമായിട്ട് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ലോകത്തിലെ ഏറ്റവും റിസ്ക്കുള്ള പണി മലയാളികളെ ചിരിപ്പിക്കില്ല. അതായത് ഇപ്പം നമ്മളൊരു മലയാളിയോട് തമാശ പറയാൻ പോകാന്ന് പറഞ്ഞിട്ട് തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമാശ കേൾക്കണ മലയാളി തമാശ പറയണ മലയാളിയുടെ മുഖത്ത് കിട്ട് മിഥുന സിനിമയിൽ ഇന്നസെൻ്റ് നിൽക്കണ പോലെ ഇതിങ്ങനെ നിൽക്കും. എന്നിട്ട് മനസ്സിൽ പറയേ, നീ തമാശ പറയുമ്പോൾ ഞാനിപ്പോൾ ചിരിക്കാട്ടാ, വേഗം പറ, എൻ്റെ തമാശ കേട്ട് ചിരിച്ചിട്ടുള്ളൂ ബാക്കി. ഇതും പറഞ്ഞ് ഐറം പിടിച്ച് ഇതിങ്ങനെ നിൽക്കും. നമ്മുടെ കേരളത്തിൻ്റെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വന്നാലും സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് വന്നാലും ഏറ്റവും സെൻട്രലിൽ കിടക്കുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെ ഈ നോർത്തിലുള്ളവർക്കും സൗത്തിലുള്ളവർക്കും തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരൊറ്റ കാരണമുള്ളൂ, നമ്മുടെ തൃശ്ശൂർ ഭാഷ തന്നെ. ഈ തൃശ്ശൂർ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെയാണ്. എന്തിട്ടാ സ്പീഡ്, എന്തിട്ടാ താളം, എന്തിട്ടാ ഒരു സ്റ്റൈല്, ശരിക്കും പറഞ്ഞാൽ ടപ്പെ ടപ്പെ ടമാറ് പടാറ്. പിന്നെ നമ്മൾ മലയാളികൾ പറയാറുണ്ട്, ജാതി പറയരുത്, ജാതി ചോദിക്കരുത്, ജാതി ചോദിക്കുന്നവർക്ക് കൂട്ടുകൂടരുന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ജാതി പറയുന്നത് ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പോൾ തൃശ്ശൂരിൽ സിനിമ തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങിയ തൃശ്ശൂർക്കാരൻ ചേട്ടനോട് നമ്മൾ ചോദിക്കുന്നത്, ചേട്ടാ പടം എങ്ങനെയുണ്ട്? ആ പടം സൂപ്പറാണെങ്കിൽ ചേട്ടൻ പറയും, പടൊരു ജാതി പടാട്ടാ. ആ പടം പൊട്ടി പാളിച്ചായിട്ടുള്ളൊരു പടണെങ്കിൽ ചേട്ടൻ പറയും, ജാതി പടസ്റ്റോ. അതുപോലെ നമ്മൾ ഇങ്ങനെയാണ് പറയാം. പിന്നെ ഈ ജാതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ കാഴ്ചബംഗ്ലാവിൽ പുതിയൊരു സിംഹത്തിനെ കൊണ്ടുവന്നു. അപ്പോൾ ആ സിംഹത്തിനെ കാണാൻ തൃശ്ശൂരുള്ള ഒട്ടുമിക്കവരും പോയി. ആ കൂട്ടത്തിൽ നമ്മുടെ ഒരു കൂട്ടുകാരനും പോയി. അപ്പോൾ ആ സിംഹത്തിനെ കണ്ടുവന്ന കൂട്ടുകാരനോട് ഞാൻ ചോദിച്ചു, നമ്മുടെ കാഴ്ചബംഗ്ലാവിൽ പുതിയ സിംഹനുണ്ട്, അവിടെ എടുത്ത വഴിക്കറിയാം, സിംഹം ഒരു ജാതി പുല്ലിയാട്ടാന്ന്. ഏത് കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് രാജാവ് പുല്ലിയ. പിന്നെ ഞങ്ങൾ തൃശ്ശൂർക്കാർ ഈ ഭാഷ പറയണത് ആരോഹണം അവരോഹണ ക്രമത്തിലാണ്. ഇപ്പോൾ ഉദാഹരണം പറയണെങ്കിൽ, ജോസേട്ടൻ ഇന്ന് പൂരായിട്ട് എന്നിട്ട് പരിപാടി. അപ്പോൾ പൂരായിട്ട് പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ജോസേട്ടൻ പറയും, പൂരായിട്ട് എന്നിട്ട് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നടറടിക്കണം, കുടമാറ്റം കാണാൻ പോകണം, വീണ്ടും നടറടിക്കണം, ഇങ്ങനെയാണ് പറയുക. പക്ഷേ ഈ ആരോഹണ അവരോഹണ ക്രമത്തിലാണ് തൃശ്ശൂർ ഭാഷ പറയണമെന്നുള്ളത് തൃശ്ശൂർക്കാർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നെ ഞങ്ങൾ തൃശ്ശൂർക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വാക്കാണ് തേങ്ങ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർക്കാർ പറയും, എന്തിട്ട് തേങ്ങ പറയണേ. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് നമ്മൾ പറയും, നീ എന്തിട്ട് തേങ്ങ തന്നെ ചെയ്യേ, നീ എൻ്റെ ഒരു തേങ്ങയും ചെയ്യില്ല, ഇങ്ങനെ പറയാം. പക്ഷെ ഈ തേങ്ങനെ ഞങ്ങൾ തൃശ്ശൂർക്കാർ എന്നിട്ട് പറയണമെന്നറിയോ, ആ നാളികേരം ഇങ്ങെടുക്കൂ, ആ നാളികേരം ഞാനൊന്ന് പൊതിക്കട്ടെ, ആ നാളികേര വെള്ളം ഞാനൊന്ന് കുടിക്കട്ടെ. ഈ തൃശ്ശൂർക്കാർ നാളികേരം എന്ന് പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ ഈ നാളികേരം എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത് തൃശ്ശൂർക്കാരെന്ന് നമുക്ക് തോന്നിപ്പോവും. അതാണ് നമ്മൾ തൃശ്ശൂർക്കാർ. പിന്നെ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ പുട്ടാണ്. ഈ പുട്ടിനെ പണ്ട് ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയുന്നത് പൂട്ടുന്നാണ്. ഇപ്പോഴും നമ്മുടെ വയസ്സായവരൊക്കെ പൂട്ടുന്നതിനെ പറയാം. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ തൃശ്ശൂരിലൊരു രാഘവൻ ചേട്ടൻ ആലപ്പുഴയിൽ പോയിട്ട് ഒരു വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ഒരു ചായക്കടയിൽ കയറി. അപ്പോൾ ചായക്കടയിൽ കയറിയപ്പോൾ ചായക്കടക്കാരനോട് ചോദിച്ചു, ചേട്ടാ പൂട്ടുണ്ടാ? അപ്പോൾ ചായക്കടക്കാരൻ പറയാം, ഇപ്പം പൂട്ടില്ലേ, രാത്രി ഒരു 11 മണിയാവുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഏറ്റവും സ്വകാര്യ അഹങ്കാരമാണ് ഓണംകളി എന്ന് പറയുന്നത്. തൃശ്ശൂർ മാത്രമുള്ള വലിയൊരു കലാരൂപമാണ്. രാമായണം ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം പാടണമെങ്കിലും ഹിറ്റാവുന്നത് ട്യൂൺസ് പാട്ടുകളാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ,
എന്നും വരും വഴിവക്കിൽ അവൾ എന്നോടൊന്നും മിണ്ടാൻ, എന്നും വരും വഴിവക്കിൽ അവൾ എന്നോടൊന്നും മിണ്ടാൻ. ഇങ്ങനെയാണ് ആ പാട്ട് പാടുന്നത്. പിന്നെ ഉള്ള പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് ഹിറ്റായിട്ടുള്ളൊരു പാട്ട്, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ഇങ്ങനത്തെ പാട്ടുകളാണ് ഓണംകളി പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാട്ടുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തൃശ്ശൂരത്തെ കലിപ്പന്മാർക്കാണ്. ഈ കലിപ്പന്മാർ കലിപ്പ് പിടിച്ചിരിക്കുന്ന ടൈമിൽ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവർ ഇങ്ങനെയാകും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കലിപ്പനുണ്ട്. അവൻ ഈ ഓണംകളി പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അവൻ ഏത് പാട്ട് പാടിയാലും ഓണംകളി പാട്ട് പാടുള്ളൂ. അപ്പോൾ അവനെ കൊണ്ട് ഞാനൊരു ദിവസം ഒരു സിനിമ പാട്ട് പാടിച്ചു. നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമയിലത്തെ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവൻ പാടിയത് ഇങ്ങനെയാ, ഓൺ ദ ഫ്ലോർ ബേബി ഹിറ്റ് ഇറ്റ് ഹാർഡ് ബേബി rock the party baby പട്ടുലങ്ങി പോടി. on the floor baby hit it hard baby rock the party baby പട്ടുലങ്ങി പോടി. ഇങ്ങനെ പാടിയത്. അപ്പോൾ ഈ കലിപ്പന് ഒരുപാട് പ്രണയങ്ങളുണ്ടായിരുന്നു. അവൻ ഈ പ്രണയിച്ച് ഒരുപാട് തേപ്പ് കിട്ടി. ഇപ്പോൾ അവൻ തേപ്പ് പണിക്ക് പോണത്. അങ്ങനെ തേപ്പ് പണിക്ക് പോയിടുന്ന് അവന് കലിപ്പനാണല്ലോ, അവിടെ നിന്ന് ഒരു കാന്താരിനെ അടിച്ചു മാറ്റിയിട്ട് വന്നു. അപ്പോൾ കാന്താരിനെ അടിച്ചു മാറ്റിയിട്ട് വരുമ്പോൾ ഒരു പാട്ടുണ്ട്, അവരുടെ ദേശീയ ഗാനം, എള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന പട്ടെന്തിന തന്നന തന്നന തന്നാനേ, കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെങ്ങും പണ്ട് പണ്ടേ കറക്കാണേ. ഈ പാട്ട് പോലെ തന്നെ കാന്താരിക്ക് ഒരു തരി പൊന്നുണ്ടായില്ല. ഇത് കണ്ടപ്പോൾ തന്നെ കലിപ്പന് ആകെ കലിപ്പായി. അങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞു. ഈ കലിപ്പനും കാന്താരിക്കും ഒരു കൊച്ചു പിറന്നു. ഈ കൊച്ചു പറഞ്ഞപ്പോൾ തൊട്ട് കലിപ്പൻ ഭയങ്കര ടൈറ്റിലായി. ഈ ടൈറ്റിലായിപ്പോൾ ഈ കലിപ്പൻ കാന്താരിയോട് പറഞ്ഞു, എടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ കുടുംബം നോക്കാൻ പറ്റില്ല, നീയും കൂടി ഒന്ന് പണിക്ക് പോ. അപ്പോൾ കാന്താരി പറഞ്ഞു, ചേട്ടാ എനിക്ക് കൊച്ചിനെ നോക്കണ്ടേ. അപ്പോൾ കലിപ്പൻ പറഞ്ഞു, എടി കൊച്ചിനെ നോക്കണത് പാവൻ്റെ അമ്മയല്ലേ, നിനക്ക് തന്നു പണിക്ക് പോയാ. അപ്പോൾ കാന്താരി പറഞ്ഞു, ചേട്ടാ എനിക്ക് വീട്ടിൽ പണിയൊക്കെ എടുക്കണ്ടേ. അപ്പോൾ കലിപ്പൻ പറഞ്ഞു, ഈ വീട്ടിൽ അലക്കണത്, തുടയ്ക്കണത്, പാത്രം കഴുകുന്നത് ഇതൊക്കെ എൻ്റെ പാവ അച്ഛനല്ലേടി, എനിക്കൊരു പണിക്ക് പോക്കൂടെ. അപ്പോൾ അവള് പറഞ്ഞു, ചേട്ടാ എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. ഇങ്ങനെ കലിപ്പനും കാന്താരിയും തമ്മിൽ ഭയങ്കര കലിപ്പായി. ഇവർ കലിപ്പായി കഴിഞ്ഞാൽ ഇവരുടെ ഒരു മെയിൻ സാധനമുണ്ട്, സ്റ്റാറ്റസ് ഇട്ട് കളിക്കും ഇവരിങ്ങനെ, സെൻറ്റി സ്റ്റാറ്റസ്. അങ്ങനെ കലിപ്പനൊരു സെൻറ്റി സ്റ്റാറ്റസ് ഇടാൻ പോയപ്പോൾ കാന്താരിയുടെ സ്റ്റാറ്റസ്, അടുക്കളയിൽ തിളച്ചിടാനൊന്നുമല്ല സ്ത്രീയുടെ സ്വാതന്ത്ര്യം. ഈ പണിയെടുക്കാൻ മടിയുള്ളവള് സ്റ്റാറ്റസ് ഇട്ടേക്കാണ്. അപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾക്ക് ചിരി വന്നില്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ചിലവർ റെഡിയാവും, ചിലവർ റെഡിയാവില്ല. താങ്ക് യു.